ഇനി ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇവന്മാര് അള്ളാഹുവിനെ വരെ പരിഹസിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം പറയുന്നതെന്ന് കേൾക്കി. ആ ചോറും തിന്നിട്ട് ഇപ്പൊ ചോറും അല്ല മുഖേന അല്ല ഇയാള് മുഖേന അല്ല ചോറും തിന്നു. ജ്യൂസ് കുടിക്കുമ്പോ അല്ല മുഖേന പേരോട് ജ്യൂസ് കുടിക്കുന്നു, അല്ലെ പേരോട് മുഖേന അല്ല ജ്യൂസ് കുടിക്കുന്നു. അള്ളാഹ് കോഴി മുഖേന അള്ളാഹു മുട്ട കിട്ടുന്നു. ഭാര്യ പ്രസവിച്ചു എന്ന് വരെ പറയാൻ പറ്റൂല, കാരണം അവിടെ ഇത് പറയേണ്ടി വരും. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിനെ പരിഹസിക്കുകയാണ്. ഞാൻ മറിക്കുന്നത് ശറഹുൽ അഖായിദാണ്. ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഈ ഷറഹ്, ആ ഷറഹിൽ വളരെ വ്യക്തമായിട്ട് കാണാം, അല്ലാഹു തആലയാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്. മനുഷ്യന്റെ പ്രവർത്തികൾ മുഴുവനും പടക്കുന്നവൻ അത് അല്ലാഹു തആലയാണ്. എന്നാൽ വല്ലാഹു തആല ഖാലിഖുൽ അഫ്ആലിൽ ഇബാദി കുല്ലിഹാ, മനുഷ്യരുടെ മിനൽ കുഫ്രി വൽ ഈമാനി വത്വാഅത്തി വൽ അസ്യാൻ, ഏതും നന്മയും തിന്മയും ഒക്കെ സൃഷ്ടിക്കുന്നവൻ ആരാണ്? അല്ലാഹു തആലയാണ്. അപ്പോൾ നമ്മൾ വിശദീകരിച്ചു, മഹാന്മാര് അള്ളാഹുവിൻ്റെ റസൂൽ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സഹായത്തെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നിമിത്തമാണ്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഈ വിശ്വാസം വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ മൗലവി പരിഹസിക്കാണ്. എന്നാൽ അള്ളാഹു തആല നമുക്ക് ഭാര്യ വെള്ളം തന്നാൽ ഭാര്യ മുഖേന അള്ളാഹു വെള്ളം കുടിച്ചു, ഭാര്യ മുഖേന അള്ളാഹു ചോറ് കഴിച്ചു എന്നൊക്കെ പറയാൻ പറ്റൂലേ എന്നാ ചോദിക്കുന്നത്. ഈ ചോദ്യം ആരാ മൗലവി കൊണ്ടുവന്നതെന്നറിയോ? ഈ ചോദ്യം കൊണ്ടുവന്നത് നിങ്ങളുടെ മുൻഗാമികളായ മുഅ്തസിലത്താണ്. മുഅ്തസിലത്ത് ഇതേ ആശയം നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ കാലത്ത് മുഅ്തസിലത്ത് എന്ത് പുത്തൻ വാദമായിരുന്നോ കൊണ്ടുവന്നത്, അതേ വാദം പുതിയ കുപ്പിയിലായി ഒരു മാറ്റവുമില്ലാതെയാണ് നൗഷാദ് കൊണ്ടുവരുന്നത്. നോക്ക് നിങ്ങൾ, ഈ ആശയത്തെ അല്ലാഹു തആലയാണ് മനുഷ്യരുടെ സർവ്വ പ്രവർത്തനങ്ങളെയും പടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഗണ്ണിച്ചത് ആരാണ്? മുഅ്തസിലത്താണ്. മുഅ്തസിലത്ത് പറയുന്നു, അങ്ങനെ അല്ലാഹു തആലയാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, മറ്റുള്ളവരൊക്കെ അതിന് കാരണക്കാരാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. വഖദ് യതമസ്സകു, അവർ തെളിവ് പിടിച്ചത് ബി അന്നഹു ലൗ കാന ഖാലിഖൻ ലി അഫ്ആലിൽ ഇബാദി, നമ്മൾ പറഞ്ഞല്ലോ അല്ലാഹുവാണ് എല്ലാ സഹായവും സൃഷ്ടിച്ചു തരുന്നത്. അപ്പോൾ അല്ലാഹുവാണ് എല്ലാം സൃഷ്ടിച്ചു തരുന്നത് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അല്ലാഹു ചായ കുടിച്ചു എന്ന് പറയേണ്ടതെന്നല്ലേ മൗലവി ചോദിച്ചത്? അതേ ചോദ്യം തന്നെയാണ് അന്ന് മുഅ്തസിലത്ത് പറഞ്ഞത്. അല്ലാഹു തആലയാണ് മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പടക്കുന്നത് എങ്കിൽ ലകാന ഹുവൽ ഖായിമു വൽ ഖായിദു, അല്ലാഹു തആല നിന്നു ഇരുന്നു എന്നൊക്കെ പറയണ്ടേ? വല്ലാക്കിലു, അല്ലാഹു തആല ചോറ് കഴിച്ചു. നൗഷാദ് പറഞ്ഞ അതേ വാക്കാണ് മുഅ്തസിലത്ത് പറഞ്ഞത്. വശാരിബു, അല്ലാഹു ജ്യൂസ് കുടിച്ചു. എത്ര വ്യക്ത നോക്ക് നിങ്ങൾ. വസ്സാനി, അല്ലാഹു സിന ചെയ്തു. വസ്സാരിഖു, അല്ലാഹു മോഷ്ടിച്ചു. ഇലാ ഗൈരി ദാലിക, അങ്ങനെ പറയേണ്ടി വരൂലേ എന്ന് മുഅ്തസിലത്ത് പറഞ്ഞ അതേ വാദമാണ് ആ മുഅ്തസിലത്തിന്റെ പിൻഗാമികളായ നൗഷാദ് കൊണ്ടുവരുന്നത്. ആ മുഅ്തസിലത്തിന്റെ വാദം അത് ഉദ്ധരിച്ചുകൊണ്ട് സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വഹാദാ ജഹ്ലുൻ അലീമുൻ, ഇത് ഒരു വമ്പിച്ച അജ്ഞതയാണ്, വിവരമില്ലായ്മയാണ്. എന്താ കാരണം? ലിഅന്നൽ മുത്തസിഫ ബിശ്ശൈഇ, കാരണം ഒരു കാര്യം കൊണ്ട് ഒരാളിലേക്ക് ചേർത്തി പറയുന്നത് അത് മൻ ഖാമ ബിഹി ദാലിക ഷൈഉ, അത് ആരിലാണോ ഉള്ളത് അവരെക്കുറിച്ച് അത് പറയാൻ പറ്റൂ. ഖിയാം, നൃത്തം എന്നത് ആരിലാ ഉള്ളത്? മനുഷ്യരിലാ ഉള്ളത്. അപ്പോൾ നിൽക്കുന്നവൻ ആരെക്കുറിച്ചേ പറയാൻ പറ്റുള്ളൂ? മനുഷ്യരെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. ലാമൻ ഔജദഹു, ആ നൃത്തം എന്ന പ്രവൃത്തിയെ സൃഷ്ടിച്ചവനെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് നൗഷാദിനോട് പറയാനുള്ളത്. ഭാര്യ മുഖേന ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ചായ കുടിച്ചവൻ ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ് ചായ കുടിച്ചത്. അള്ളാഹുവിനെ സംബന്ധിച്ചത് പറയാൻ പറ്റൂല. കാരണം ചായ കുടിക്കുക എന്ന പ്രവൃത്തി ആരിലാ ഉള്ളത്? അത് ഈ മനുഷ്യനിലാ ഉള്ളത്. അതുകൊണ്ട് ചായ കുടിച്ചവൻ, ജ്യൂസ് കുടിച്ചവൻ എന്നൊക്കെ ആരെക്കുറിച്ചേ പറയാൻ പറ്റുള്ളൂ? അത് മനുഷ്യനെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. അല്ലാഹു തആലയാണ് ആ കുടിക്കുക എന്ന കർമ്മം സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചവരെ സംബന്ധിച്ചത് പറയാൻ പറ്റില്ല. ഇത് വമ്പിച്ച ജഹലാണ്, അജ്ഞതയാണ് എന്ന് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു മുഅ്തസിലത്തിന് മറുപടി പറയാണ്. ആ മുഅ്തസിലത്തിന്റെ അതേ കക്ഷികളാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ തുടരാണ്. അവലാ യറൗന, കുരുവട്ടൂരികളെ നിങ്ങൾ കാണുന്നില്ലേ? അന്നല്ലാഹ തആല ഹുവൽ ഖാലിഖു ലിസ്സവാദി വൽ ബയാദി, അല്ലാഹു തആലയല്ലേ കറുപ്പിനെയും വെളുപ്പിനെയും, വസായിറ സിഫാത്തി ഫിൽ അജ്സാമി, മറ്റുള്ള എല്ലാറ്റിനെയും മറ്റു വിശേഷണങ്ങളൊക്കെ പഠിച്ചവൻ അല്ലാഹു അല്ലേ? വലാ യത്തസിഫു ബിദാലിക, കറുപ്പിനെ പഠിച്ചതുകൊണ്ട് അല്ലാഹു കറുത്തവനാണെന്ന് പറയാൻ പറ്റുമോ? വെളുപ്പിനെ പഠിച്ചു എന്നതുകൊണ്ട് വെളുത്തവനാണെന്ന് പറയാൻ പറ്റുമോ?
എന്ന് മുഅ്തസിലത്തിന്റെ ഈ വിദണ്ഡവാദത്തെ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു കാശക്കിയെറിയുന്നുണ്ട്. അതേ വാദം തന്നെയല്ലേ ഈ നൗഷാദ് പറയുന്നത്? അല്ലേ? അള്ളാഹുവിനെ പരിഹസിക്കുകയല്ലേ? സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര അബദ്ധമാണ് ഈ മൗലവി പറഞ്ഞത്.